I need to know if you'll give me a second chance. They don't come around often, but please, you know I can't stand it when you don't talk to me. When you don't talk to me. Hi friends, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഫോട്ടോഗ്രാഫി റിലേറ്റഡ് എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രൈം ലെൻസിനെ കുറിച്ച് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. എന്താണ് പ്രൈം ലെൻസ്, അല്ലെങ്കിൽ കിറ്റ് ലെൻസിൽ നിന്നും സൂം ലെൻസിൽ നിന്നും അതിനുള്ള പ്രത്യേകത എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കുറച്ചുകൂടെ വിശദമായിട്ട് പ്രൈം ലെൻസ് എന്താണ്, അല്ലെങ്കിൽ പ്രൈം ലെൻസ് യൂസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത, എന്തുകൊണ്ട് ഒരു പ്രൈം ലെൻസ് നിങ്ങൾ വാങ്ങണം, ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ പ്രൈം ലെൻസിനോട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ പ്രൈം ലെൻസിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് കുറച്ചുകൂടെ വിശദമായി തന്നെ പറയാമെന്നാണ് വിചാരിക്കുന്നത്. വെൽക്കം ടു ഫുഡ് ഫോർ ടോക്ക്. There's something inside, yeah, there's something inside that brings me back to you, yeah. No, I can't hide it. 50mm 1.8 ലെൻസാണ് നമ്മളിവിടെ പറയുന്നത്. പ്രൈം ലെൻസുകൾ പലതരത്തിലുണ്ട്. 50mm ഉണ്ട്, 35mm ഉണ്ട്, അതുപോലെ തന്നെ 85mm ഉണ്ട്. പലതരത്തിലുള്ള ലെൻസുകളുണ്ട്. പ്രൈം ലെൻസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഫോട്ടോ എടുക്കേണ്ടത് എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രൈം ലെൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം, ഒരു ഫിക്സഡ് ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു ലെൻസാണ് ഒരു പ്രൈം ലെൻസ്. അല്ലെങ്കിൽ അതിൻ്റെ ഫോക്കൽ ലെങ്ത് നമുക്ക് സൂമിങ് ചെയ്യാനോ അല്ലെങ്കിൽ സൂം ഔട്ട് ചെയ്യാനോ ഫോക്കൽ ലെങ്ത് മാറ്റാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പ്രധാനമായിട്ടും അതിൻ്റെ പ്രത്യേകത ഫിക്സഡ് ഫോക്കൽ ലെങ്ത് ഉള്ളതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 18-55mm അല്ലെങ്കിൽ 55-200mm എന്നൊക്കെ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് വിവിധ തരത്തിലുണ്ട്. പക്ഷേ ഒരു പ്രൈം ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ഫിക്സ്ഡ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫിക്സഡ് ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസ് എന്തിനു വാങ്ങണം എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. കുറച്ച് കാരണങ്ങൾ, പ്രൈം ലെൻസ് വാങ്ങാനായിട്ട് ഉള്ള കുറച്ച് കാരണങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. പ്രൈം ലെൻസ് വാങ്ങുന്നതിൻ്റെ പ്രധാന കാരണം അതിൻ്റെ ക്വാളിറ്റി തന്നെയാണ്, ഇമേജിൻ്റെ ക്വാളിറ്റി തന്നെയാണ്. മറ്റ് ലെൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് ക്വാളിറ്റിയാണ് പ്രൈം ലെൻസ് തരുന്നത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെൻസിൻ്റെ ഗ്ലാസിൻ്റെ മേക്കിങ്, അതിൻ്റെ വലിയ അപ്പർച്ചർ, അതിൻ്റെ ഒരു ക്വാളിറ്റി, ഇതൊക്കെ ഒരു എന്താ പറയുക നല്ലൊരു ഇമേജ് കിട്ടാനായിട്ട് നമ്മളെ സഹായിക്കുന്നു എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ മറ്റ് ലെൻസുമായിട്ട്, സൂം ലെൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ചീപ്പറാണ്. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഒരു വാല്യൂ ഉള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഒരു 50mm പ്രൈം ലെൻസ്, അല്ലെങ്കിൽ ഏത് പ്രൈം ലെൻസ് ആണെങ്കിലും. There's something inside, yeah, there's something inside that brings me. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇതിൻ്റെ ഫോക്കൽ ലെങ്ത്, ഞാൻ പറയുന്നത് ഒരു 50mm ഉള്ള ഒരു ലെൻസിനെ കുറിച്ചാണ്. ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ഐ എങ്ങനെയാണോ ഒരു ഇമേജ് കാണുന്നത്, അല്ലെങ്കിൽ ഹ്യൂമൻ ഐയുടെ ഒരു ഫോക്കൽ ലെങ്ത് എങ്ങനെയാണോ നമ്മൾ കണ്ണുകൊണ്ട് ഒരു ഒബ്ജക്റ്റ് കാണുന്നത്, അതുപോലെ തന്നെ ഒരു ചിത്രം എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു 50mm ലെൻസിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോക്കൽ ലെങ്ത് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം വൈഡ് അപ്പർച്ചർ, അതിൻ്റെ ഓപ്പണിങ് വലുതായിരിക്കും. നമ്മൾ യൂസ് ചെയ്യുന്നത് f1.8 വരുന്ന ഒരു ലെൻസാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സാമ്പിൾ ഇമേജസ് അല്ലെങ്കിൽ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം നല്ല രീതിയിൽ, എത്രത്തോളം ക്വാളിറ്റി അതിന് ഉണ്ട് എന്നുള്ളതായിരിക്കും. അപ്പർച്ചർ ഓപ്പണിങ് ഇതിനേക്കാളും കൂടിയ ലെൻസുകളുണ്ട്. 1.4 എഫ് സ്റ്റോപ്പൊക്കെ വരുന്ന ലെൻസുകളുണ്ട്, കുറച്ചും കൂടെ പ്രൈസ് കൂടുതലായിരിക്കും. എന്നാൽ 1.8 എന്നുള്ള ലെൻസ് കൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ, അല്ലെങ്കിൽ എന്താ പറയുക ബൊക്കെ എഫക്റ്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്ക് ചിത്രങ്ങൾ എടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അതാണ് പ്രൈം ലെൻസിൻ്റെ മറ്റൊരു പ്രത്യേകത. അതായത് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ ലെൻസാണ് ഒരു പ്രൈം ലെൻസ്, അല്ലെങ്കിൽ എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് ബ്ലർനെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തരുന്ന ഒരു ലെൻസ് തന്നെയാണ് ഒരു പ്രൈം ലെൻസ്. വൈഡ് അപ്പർച്ചറാണ് ഇങ്ങനെ ഒരു ക്വാളിറ്റി കിട്ടുന്നതിന് വേണ്ടി നമ്മെ സഹായിക്കുന്നത്. There's something inside, yeah, there's something inside that brings me back to you, yeah. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം ലോ ലൈറ്റുള്ള പെർഫോമൻസ് ആണ്. വൈഡ് അപ്പർച്ചർ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ലൈറ്റ് കുറവായ സാഹചര്യത്തിൽ പോലും നല്ല രീതിയിൽ ചിത്രങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഫാസ്റ്റ് ഫോക്കസിങ്, അല്പം വെളിച്ചം കുറവുള്ള സാഹചര്യങ്ങളിലൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഫോക്കസ് ചെയ്ത് ചിത്രങ്ങൾ എടുക്കാനായിട്ട് പ്രൈം ലെൻസിന് കഴിയും എന്നുള്ളതാണ്. പിന്നെ ചില ഫോട്ടോഗ്രാഫേഴ്സ് പറയുന്ന, അല്ലെങ്കിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ചിലർ പറയുന്ന ഒരു കാര്യമുണ്ട്, സൂം ലെൻസിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ഒരു കിറ്റ് ലെൻസിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ സേഫാണ്, ക്യാമറയ്ക്ക് സേഫാണ്, അല്ലെങ്കിൽ സെൻസറിന് സേഫാണ് പ്രൈം ലെൻസുകൾ എന്ന് പറയുന്നുണ്ട്. അത്
എന്തായാലും സൂം ലെൻസുകൾ നമ്മൾ സൂം ചെയ്യുമ്പോൾ അതിൻ്റെ അതിൻ്റെ എലമെൻറ്റ്സ് പുറത്തേക്ക് വരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഡസ്റ്റ് അതുപോലെയുള്ള പാർട്ടിക്കിൾസ് ഒക്കെ അകത്തേക്ക് കയറാനായിട്ട് സാധ്യതയുണ്ട്. സൂം ഇൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സൂം ഔട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നം വരാനായിട്ട് സാധ്യത ഉള്ളതുകൊണ്ട് അതുണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. നേരത്തെ ബേസിക്കായിട്ട് നമ്മൾ പല കാര്യങ്ങളും നേരത്തെ ഷട്ടർ സ്പീഡ്, അപ്പർച്ചർ, ISO തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പർച്ചർ സെറ്റിങ്ങിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ, അത് കുറച്ച് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് ഇതിൽ പറയാം. അതായത് പ്രൈം ലെൻസ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള അപ്പർച്ചർ സെറ്റിങ്ങിലേക്ക് ഉപയോഗിക്കണമെങ്കിൽ ഓട്ടോമാറ്റിക് മോഡിൽ നിന്ന് മാറ്റി മാനുവൽ മോഡിലേക്ക് ക്യാമറ സ്വിച്ച് ചെയ്യുക, അല്ലെങ്കിൽ അപ്പർച്ചർ പ്രയോറിറ്റി മോഡിലേക്ക് സ്വിച്ച് ചെയ്യുക. അപ്പർച്ചർ 1.8 അല്ലെങ്കിൽ f1.8 ഉള്ള ലെൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അപ്പർച്ചർ സെറ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഓരോ ക്യാമറയ്ക്കും ഓരോ രീതിയിലാണ്. കാനോണിനും നിക്കോണിനും അതുപോലെ തന്നെ സോണിക്കൊക്കെ അപ്പർച്ചർ സെറ്റിംഗ് മാറ്റുന്നത് വേറെ വേറെ രീതിയിലാണ്. നമുക്ക് ഇപ്പോൾ ഒരു അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇല്ലാത്തതുകൊണ്ട് അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് കാണിക്കാൻ പറ്റില്ല. എന്തായാലും അപ്പർച്ചർ സെറ്റിംഗ് ചേഞ്ച് ചെയ്ത് വിവിധ അപ്പർച്ചർ സെറ്റിങ്ങുകളിൽ നിങ്ങൾ ചിത്രങ്ങൾ എടുത്ത് നോക്കുക. അപ്പർച്ചർ പ്രയോറിറ്റി മോഡിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാനുവൽ മോഡിലോ ചിത്രങ്ങൾ എടുത്ത് നോക്കുക എന്നുള്ളതാണ്. 1.8 അപ്പർച്ചറിൽ എടുക്കുന്ന ചിത്രവും അല്ലെങ്കിൽ അപ്പർച്ചർ ഒരു 8 അല്ലെങ്കിൽ അപ്പർച്ചർ 6 എടുക്കുന്ന ചിത്രവും തമ്മിലുള്ള വ്യത്യാസം, അതിൻ്റെ ഡെപ്തിൽ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിലെ ഒരു ബ്ലർനെസ് നിങ്ങൾക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ബൈ ഫോർ നൗ, സ്റ്റേ ട്യൂൺ ആൻഡ് ദിസ് ഈസ് ഫുഡ് ഫോട്ടോ.